ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കാർ ഫോർ സെയിൽ. അപ്പോൾ നമ്മൾ ഇന്നലെ 2 കാർ വിറ്റായിരുന്നു. അതല്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 കാർ വിറ്റായിരുന്നു. കടയിൽ ഇനി കാറൊന്നുമില്ല, അതുകൊണ്ട് കട അടച്ചു. അപ്പോൾ ഇന്ന് ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്ഷൻ ഈസ് ഓപ്പൺ ടുഡേ എന്നിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ്റെ സ്ഥലത്തൊന്ന് പോയി നോക്കാം. ഓപ്ഷൻ ഓപ്ഷൻ എവിടെ ഓപ്ഷൻ എവിടെ വെച്ചിട്ട് ഓപ്ഷൻ നടക്കുന്നത്? ഓപ്ഷന്റെ സ്ഥലം കാണിച്ചിരുന്നില്ലല്ലോ. കണ്ടെയ്നർ, നെയ്ബർഹുഡ്, കാർ മാർക്കറ്റ്, ഗ്യാസ് സ്റ്റേഷൻ. ഈ റെഡ് ബാർ എന്തൊരു ബുക്കാളുണ്ടേടാ. ഓ, ഇവിടെ വന്ന് ഓൾറെഡി ഹാവ്. ഞാൻ പിന്നെ എന്തിനാ വീണ്ടും വാങ്ങിയത്? ഓ, ഓക്കെ ഓക്കെ. എനിക്കപ്പോൾ ടാബ് കിട്ടിയേട്ടാ. വേണ്ട, താല്പര്യമില്ല, ഞാൻ കളടിക്കൂല. നമുക്ക് ഓപ്ഷൻ്റെ സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ഓപ്ഷൻ എവിടെയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലേ. ഓഫീസിൻ്റെ അടുത്തല്ലോണേ. വണ്ടിയല്ലേ. ആ, കാർ ഓപ്ഷൻ അവിടെയാണ് കേട്ടാ. 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് കാണിക്കുന്നത്. 4 PM വിൽ സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവണം എന്ന് തോന്നുന്നു. അവിടെ ആൾക്കാരൊക്കെ ഒന്ന് ഒത്തിരിക്കുന്നുണ്ടല്ലോ. കയറ്റണോ? ഡെയിലി ടിക്കറ്റ്, പർച്ചേസ് ഡെയിലി ടിക്കറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ 35 സെക്കൻഡും കൂടി ഉള്ളൂ ടൈം നമ്മളെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓ, ഇവിടെ മുകളിൽ പേര് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ കാർ റേഷ്യോ 1.7 റയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വണ്ടികളൊക്കെ 1.7, 2.3, 3.2. പേരുണ്ടാ? ഡോഗ് ഡ്രൈവർ, നാച്ചുറൽ, ഡോഡ്ജ് വൈപ്പർ ആയിരിക്കും. റിസാൻ GR3. ഓക്കെ ഓക്കെ ഓക്കെ. റിസാൻ നിസാൻ അല്ല കേട്ടോ, GTR അല്ല, GR3. മിസ്ഡ X7. ഓക്കെ 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 ഓക്കെ. മാസ്ദ തുടങ്ങി. ഫസ്റ്റ് വണ്ടി ബിഡ്. ഞാൻ വിളിക്കും. ഞാൻ എടാ, കാശില്ല, നമുക്ക് കാശില്ല. ഇത് ഇന്നത്തെ ലിസ്റ്റ് അല്ല അപ്പോ. ഓക്കെ, ആ, എന്റെ കയ്യിലായിരുന്ന കാശ് ഞാൻ എന്തിനാ ഓപ്ഷൻ വന്ന് വിളിച്ചു പോകും നോക്കി. അവിടെ ഞാൻ ടാബ് വാങ്ങിയില്ലെങ്കിൽ മറ്റേ കാറേനെ എനിക്ക് എടുക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് 15,567. ഞാൻ എന്തിനാണ് ഒരു ടാബും കൂടി വാങ്ങിയത്? എടാ, ഇത് നല്ല പോക്കാണല്ലോ. അടുത്ത വണ്ടി ഓടി. 3 ലക്ഷത്തിയാ. ഷോണി മിരണ്ട. ഇതൊന്നും വിളിക്കാൻ പോലും എനിക്ക് അവസരമില്ല. 4,51,000. അവിടെ 4,51,000 പോയി. 34,000. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ എടുത്ത് പരിപാടിയൊന്നുമില്ല. വിളിച്ചു പോണോക്കി. 35, 36, 37, 38, 40 പോയിരിക്കും അല്ലേ. 40. ഓപ്ഷൻ കഴിഞ്ഞ്. ഓപ്ഷന് പോയി, ഒന്നും കിട്ടിയില്ലേ. അപ്പം നമുക്ക് എടുക്കാൻ കാറൊന്നുമില്ല ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് ഇന്നും നെയ്ബർഹുഡിൽ പോയിട്ട് അല്ലെങ്കിൽ കാർ മാർക്കറ്റിൽ കാർ മാർക്കറ്റ് ഉണ്ടാണോ? കാർ മാർക്കറ്റ് അല്ലെങ്കിൽ നെയ്ബർഹുഡിൽ പോയിട്ട് 2 കാർ വാങ്ങിക്കാം. 15,000 എന്ത് കാർ കിട്ടണോ? കാർ മാർക്കറ്റ് ഉണ്ടാ? ഓ, കാർ മാർക്കറ്റ് സൺഡേ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടാ. സർട്ടൻ ഡേയ്സ് ഓഫ് ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടിട്ട് ഈ കാറ് ഒരു 5,000, ഒരു 3,000 അണ്ടറിൽ കിട്ടുവാണെങ്കിൽ എടുക്കായിരുന്നു. ഓ, ബാർഗെയിൻ. ഒരു 1,000 തരുമോ? 1000.
1200 ഒരു 1500 അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഫിക്സ്. ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കേട്ടോ അങ്ങോട്ട് പോക്കോ, റിപ്പയർ സ്റ്റേഷനിലോട്ട് പോക്കോ. ഈ കാരണം എത്ര കൊടുക്കും? 10 ഒരു 5 5000 ആണോ? ലിറ്റിൽ മോർ ഒരു 8 തരുമോ? ഇല്ല 9500 ഓക്കെ ആണോ? ഇല്ല അവൻ പറഞ്ഞ എത്രയാണ് എമൗണ്ട്? വേണ്ട, അവരുടെ കാശ് മൊത്തം തീരും. പിന്നെ അയ്യോ ഒരു ട്രക്ക്, ഞാൻ ഈ ട്രക്ക് നോക്കേയില്ല ചേട്ടാ. ആ ട്രക്കൊന്ന് ഓടിച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ കൊള്ളായിരുന്നു. എന്നാലൊന്ന് വില വെച്ച്. ഓ രാത്രിയായി, ഷിറ്റ്. അപ്പോൾ രാത്രിയായി മുഞ്ചി. നമുക്കപ്പോൾ നേരം വെളുപ്പിച്ചിട്ട് അടുത്ത കാറ് പോയിട്ട് എടുക്കണം. എന്നിട്ട് പട്ടയിൽ നിന്ന് മൊത്തം കാറ് വാങ്ങിക്കുന്നു. ചേച്ചി ഒരു 4000-ന് 13,000 വേണ്ട, കുറച്ചിട്ടാണെങ്കിൽ എനിക്ക് വേണ്ട. ബ്ലേഡ് ചേച്ചി സ്ക്വാഡല്ലേ അത്? ആ എത്ര നേരം? 30. ശരി ബൈ. ഏറ്റാ എടാ ഇത് ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടല്ലേ? ഇത് ഈ പെണ്ണുകൊണ്ട് എത്ര എടുത്തിട്ട് പൊളിച്ച? 17 10 പറ്റുമോ? ഓഫർ ഈസ് നോട്ട് ആരും വേണ്ട, ഒന്നുമില്ല, വേണ്ട 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 വേണ്ട. അയ്യോ ട്രക്ക് ഇപ്പം തന്നെയല്ലേ എനിക്ക് അന്ന് വിറ്റത്. ആ വീട്ടിൽ തന്നെ എനിക്ക് വിറ്റത്. ഇത് കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ ഈ കാറിന്. 23,600 വേണ്ട. ഓനെ അതേതാ വണ്ടി? കൊള്ളാം. ഇത് എങ്ങനെ എടുക്കണം? ഇതൊരു 5000-ന് താഴെ എവിടെ? 7000. എടാ ഒരു 5000 അങ്ങനെ പറഞ്ഞൂടാ. 5000 എന്നാ 6000. ഇനി കുറക്കരുത്. 6000 അവസാനമായിട്ട്. 7000 അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങനെ ഓടിച്ചിട്ട് പോകാനൊന്നും എനിക്ക് വയ്യ. റിപ്പയർ സ്റ്റേഷനിലോട്ട് നോക്കോ. ഞാനപ്പോൾ നമ്മൾ ഇന്നും 2 കാർ എടുത്തു. ഈ ലോറി എടുക്കണ റിസ്ക് ആണ്. അവിടെ ലോറി എടുക്കാത്ത. അപ്പൊ ഇന്നും ഓപ്ഷൻ ഉണ്ട് കേട്ടാ. ഓപ്ഷൻ ഇന്നും ഉണ്ട്. പക്ഷേ മുക്കാൻ നമ്മളത് വണ്ടിയില്ല. ഇന്നും ഓപ്ഷൻ നടക്കുന്നുണ്ട്. എടാ ഇത് ആരുടെ അവിടെ കച്ചറോടുന്നിടുന്നത്? ഡെയിലി കച്ചറോടുന്നിടുന്നത്. കേട്ടോ വന്നേ മര കച്ചറ കൊടുക്കുന്നുണ്ട്. കുറെ പോയിന്റ് കിട്ടുന്നുണ്ട്. തുടച്ചോക്കട്ടെ. ഞങ്ങളും നല്ല പെയിന്റ്. അവിടെ കറുത്ത വണ്ടി. ഞാൻ എടുത്തതും മഞ്ഞ വണ്ടി. പക്ക വണ്ടിയല്ലത്. ഇങ്ങനെ കൊണ്ടുപോയിട്ടാലും ലാഭാ. നോക്കട്ടെ. ഡേർട്ടി 43%. ഫ്യൂലുണ്ട്. ഡാമേജ് ഒന്നും ഇല്ല ഇതിന്. ഒന്നുകൂടി ഒന്ന് തുടച്ച അടിപൊളിയോ. ഇവിടെ വൃത്തിയുണ്ട് കേട്ടാ. അപ്പൊ ഇത് നമുക്ക് പണിയൊന്നും എടുക്കാല്ല, ഡയറക്റ്റ് കൊണ്ടുപോയി വെക്കാം. ഇവിടെ കുറച്ച് വൃത്തിയുണ്ട്. 5 മണിയാകുമ്പത്തേനും എനിക്ക് കുറച്ച് കാശ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓപ്ഷന് വിട്ട് 2 വണ്ടി എടുക്കില്ല. ഒരു വണ്ടി ഇങ്ങനെ എടുക്കായിരുന്നു. ഒരു പേരിന് ഒരു ആഗ്രഹത്തിന്. ഓക്കെ ഡയറക്റ്റ് ഫുൾ ക്ലിയർ ആണ്.
വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ലായിരുന്നു. കൊള്ളാം കേട്ടോ. ശരി, ഓക്കെ. വെബ് പേജ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇനി ഇടാം കേട്ടാ. നോട്ട് ഇൻ ഓഫീസാ സെഡാൻ. ഇത് എത്രയാണ് എടുത്ത് ബൈ പ്രൈസ്? നമുക്കൊരു 15,000 ഇടാം. അത് ഓപ്പൺ ആവട്ടെ. ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനൊന്ന് മറ്റേ വണ്ടി കൂടി ഒന്ന് എടുത്ത് കൊടുന്നിരട്ടെ. ആരും വന്നിട്ടില്ല അവിടെ. അവിടെ ഇതിന് വല്ല പണിയുണ്ടാ? ഡാമേജ് ഒന്നും ഇല്ല. പിന്നെ ഇവന് നമ്മളെ പറ്റിക്കുവാന്ന് തോന്നുന്നു. ഇതൊന്ന് തുടച്ചിട്ട പ്രശ്നം തീരുന്നതേ ഉള്ളൂ. വണ്ടി ഒന്ന് തുടച്ചാ പുതിയതാണ്, ഫ്രഷ് വണ്ടിയാവും. ഓക്കെ, അവിടെ ഇരിക്കട്ടെ, തുടച്ചേക്കാം. അത് ക്ലീനായി. ഒന്നും ക്ലീൻ ചെയ്യാനല്ല, ഫുൾ സെറ്റാണ്. അപ്പോൾ വണ്ടി ഫുൾ സെറ്റാണ്. ഡേർട്ടിയാണെന്നാ. ആ, ബമ്പർ ലൈറ്റ്. ഓ, വീലൊക്കെ ഓൾറെഡി ഇതിന്റെ പഴയ ഓണർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓ, കടയിൽ ആളൊന്ന് ഡേർട്ടി ഒന്നുമില്ല, ഫുൾ സെറ്റാണ്. ചേട്ടാ, എത്ര തന്നെയാണ് കാർ നോക്കുന്നത് നിങ്ങൾ? പറ, എത്രയാണ് നിങ്ങൾ ഉദ്ദേശം? അവിടെ നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ഫസ്റ്റ് കസ്റ്റമറായിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു 7,000 ഓഫർ തരാം. ഇനി നീ പൊക്കോ. വേണ്ട, ഉണ്ട് സെൽ പോടാ, കുട്ടി പോടാ. ചേച്ചിയല്ലേ സെക്കൻഡ് ഒന്ന്? നിന്നെ കണ്ടാലേ റിച്ച് ലുക്ക് ഉണ്ട്. എത്ര എടുക്കും? 1800 ബാർഗെയിൻ. 5,000 ഇപ്പോൾ കൊണ്ടുപോക്കോ. നോ, ആ, നമുക്ക് ഒരു 4,000 കൊണ്ടുപോക്കോ. 5 മണിക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറ. വേണ്ടെങ്കിൽ വേണ്ട. ഡോണ്ട് സെൽ. ചേച്ചി അമ്മച്ചിനെ കണ്ടാലേ അറിയാം. എടുത്തോ. നല്ല വണ്ടിയാണ്, ഒരു പ്രശ്നമില്ല വണ്ടിക്ക്. ഞാൻ റിപ്പയർ പോലും ചെയ്തിട്ടില്ല. അയ്യോ, ഇവിടെ ഞാൻ ബാർഗൻ ചെയ്യുന്നതിൻ്റെ പരം പിടിച്ച് സെല്ല് കേൾക്കുന്നു എപ്പോഴും തന്നെ. ഇനി ഈ വണ്ടിക്കാർ വരുമെന്ന്. ഈ വണ്ടിക്ക് എത്ര ഞാൻ എടുത്തത്? 7,000 ഞാൻ എടുത്തത്. വണ്ടി ഞാൻ വെക്കാട്ടിട്ടില്ല ഇതുവരെ. വെറുതെ ഒരു മനുഷ്യ വരാത്ത തന്നെ. ആ, ഈ വണ്ടി എന്തു പറയും? ഓപ്പൺ റൂഫ് കാർ. അല്ലാതെ ഓപ്പൺ റൂഫ് അല്ലല്ലോ ഇതിനൊരു 30,000. കൈ പറ്റി നോക്കട്ടെ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തിടാം കേട്ടോ ശരിക്കും. ഓക്കെ, നോക്കട്ടെ വെബ് പേജ്. ഓക്കെ, സെറ്റ്. ആൾക്കാർ കടന്നവരാരില്ലല്ലോ അത്. 5 മണിക്ക് ഓപ്ഷനും ഉണ്ട്. എടാ, പെട്ടെന്ന് കാണാമല്ലോ. ഒക്കെ വണ്ടി വാങ്ങിക്കാനുള്ളവർ പെട്ടെന്ന് വാ. ഓടി വരി. ആരും ഇല്ല അവിടെ. കടലിട്ടും ആരും വരുന്നില്ലല്ലേ. ഇവിടെ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടില്ലല്ലേ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. കടയിലോട്ട് നോക്കാം. വണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ആരും വന്നില്ല. ഇതെന്തൊരു ജാക്ക് ജങ്കിയാടാ. യു ഡോണ്ട് ഹാവ് മെറ്റൽ. അതോ വാങ്ങി അവന്റെ കടത്തെ സാധനം ഞാൻ അവന് തന്നെ കൊടുത്ത. അതെന്തര്? ആ, അതെ, വീണ്ടും $5. അപ്പൊ ഈ മെറ്റൽസ് ഒക്കെ അവിടെ കൊണ്ടെടുത്താൽ മതി. ആള് കാശ് തരും. ആ, ആള് വന്ന് കട വണ്ടി നിൽക്കാൻ ആള് വന്നു.
ഏയ് ഈ വണ്ടി കുറച്ച് കാശിന് പോയിരുന്നെങ്കിൽ ഓപ്ഷന് വിട്ടൊരു വണ്ടി വിളിക്കായിരുന്നു. ചേച്ചി 1 മണിക്കൂറുണ്ട്, പെട്ടെന്ന് 1 മണിക്കൂറുണ്ട് പരിപാടി തീർക്കാറ്റോ? 30,000 ഇപ്പം തന്ന വണ്ടി കൊണ്ടുപോകാം. ബാർഗെയിൻ 15,000. 12,000 പറ്റില്ലേ? എടുത്തോ, കുഴപ്പമില്ല. അയ്യോ വേറെ ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി കുറച്ചുകൂടി കാശ് കൂടുതൽ തന്നായിരുന്നു. ഓപ്ഷൻ തുടങ്ങാനായി. അയ്യോ ഓപ്ഷൻ പോട്ടെ, ഓപ്ഷൻ 20 സെക്കൻഡ്, 4:41. ഓ ആളൊന്ന് അയ്യോ. ഓ 2 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ എത്തി ഞാൻ. $300 നഷ്ടത്തിലാവോ ഒരു കാറെങ്കിലും കിട്ടുമെന്ന്? ഒന്നുമില്ല, BMW ആണ്, കൂട്ടി വെച്ചേക്കാം. ഹൈ വിളിക്കെല്ലാരും. കിട്ടി കാർ കിട്ടി. മോനെ അതിന്റെ ഇത് കണ്ടാ, അത് ഭയങ്കര റയർ ആവണം കേട്ടോ അതിന്റെ എഫക്റ്റ് ഒക്കെ. എൻ്റെ ഇനി 9,200 കൂടെ ഉണ്ട്, ഒരു കാറും കൂടി കിട്ടിയ സെറ്റ്. എവിടെ പോണ പോക്ക് നോക്കി. $15,000 അത് കളിയാക്കൂടെ അവര്. ഇത് എന്റെ പേരൊക്കെ എഴുതിച്ചിരിക്കണേ, അന്നബല്ലേ. സെക്കൻഡ് ഓടി. നോക്കണ്ട, നമുക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ കാർ $9,269. ഹലോ പരിചയം ഉണ്ടെന്നെ. ഞാൻ തന്നെയാണ് അന്ന് നൈബർഹുഡിൽ കാർ വാങ്ങിക്കാൻ വന്നത്. അപ്പം നമുക്ക് മറ്റേ കാർ എടുത്തിട്ട് വിൽക്കാനിട്ടേക്കാം. അയ്യോ നമുക്ക് വിൽക്കാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏട്ടെന്ന്. എടാ വണ്ടി എടുത്തില്ലായിരുന്നാ? വണ്ടി എടുത്തില്ല, അതേ കിടക്കുന്ന വണ്ടി. ഈ പോട്ടെ കാർ വണ്ടി ഇവിടെ നിന്ന് എടുക്കണ്ടേ ചേട്ടാ? തൊട്ടപ്പുറത്തേക്കല്ലേ ഓടിച്ചു പോവാം. അയ്യേ ഇത് BMW അല്ലല്ലേ? സ്പീഡ് നോക്ക്. മോനെ സ്പീഡൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രണ്ട് BMW, ബാക്ക് ഏതോ ചാത്തൻ. ഓക്കെ അതെടുത്ത് ഇനി ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ വൃത്തിയാവേണ്ടതായിരിക്കും. അവിടെ ഇത് തന്നെയാണ് ഈ മറ്റേ കളറ്, ചാത്തൻ കളറാണല്ലേ. കളറ് മാറ്റിയിടണ. അതിന്റെ അപ്പുറത്തൊക്കെ വന്നിട്ട് ക്ലീൻ ചെയ്യണം. ഏതാ നോക്കട്ടെ, കാർ ക്ലീൻ ആണ്. ഡാമേജിലുണ്ട്, നമുക്ക് അതൊക്കെ അങ്ങോട്ട് തീർത്താലെന്നാ. രാത്രി ആളുണ്ടാവില്ല കേട്ടോ അവിടെ. ഡ്രിഫ്റ്റ് കാണിക്കുന്നു. ഡ്രിഫ്റ്റ് റെക്കോർഡൊക്കെ ഏതാ? നമുക്ക് അപ്പം നാളെ രാവിലെ വന്നിട്ട് ഈ കാർ അങ്ങോട്ട് വിറ്റിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഉറങ്ങട്ടെ നഷ്ടമാവും. ആ കാറിന് BMW എല്ലാം ഇനി പറയാം. BMW പറയാൻ തോന്നില്ലേ കയ്യിന്. അയ്യോ ശരിയാണല്ല.
ഇനി ഇതിൽ കുറച്ച് കാശ് ഉണ്ടാക്കണല്ല. ഇനി അടുത്ത ഗ്രൈൻഡിങ് ഇതിലാണ്. എനിക്ക് ആ GTR വാങ്ങിക്കണം എങ്ങനെയല്ലോ. GTR ന്യൂട്രലാവത്. എടാ മോനെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. ചെറിയ പണിയുള്ളൂ. $41 ഈസി. പെട്ടെന്ന് ആയിക്കോട്ടെ. യു ക്യാൻ. ഇതിലെനിക്ക് പോയിന്റ് ഒന്നും ഇല്ല. പിന്നെ ഞാനിങ്ങനെ ഇതൊക്കെ മറ്റവനെ പറ്റിക്കാൻ പറ്റാൻ നോക്കട്ടെ ഏട്ടാ. ഞാൻ ഡെയിലി ഒന്ന് പറ്റിക്കാം. ഇതിന് വാങ്ങിക്കാം. അതേ എടുക്കുന്ന കേട്ടോ അവൻ്റെ സാധനം. അതിന് മുക്കാണ്ട് $10 കിട്ടി. ഇത് കൊള്ളാം. പോക്കറ്റ് മണി കിട്ടും ഇടക്കിടക്ക് അവിടെ പോയാൽ. കഴിഞ്ഞാ ഇനി എന്താ പണിയുള്ളത് വണ്ടിമേ? പെയിൻറ്റിങ് ഉണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് BMW അല്ലേ, നമുക്ക് ഒരു ബ്ലൂ അടിക്കാം. പെയിന്റ് മതി. പെയിന്റ് ഓൾ കാറാ? അങ്ങോട്ട് ഒറ്റ കാറിലുള്ളൂ. ടെക്സാസിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ പാർക്ക് സെയിൽ സെൻട്രിക്കടാ. നമ്മളെന്തെങ്കിലും ഒതുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഒറ്റ വണ്ടിയുള്ളൂ. ഇനി ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. ഫുൾ ക്ലീനായി കാണാൻ ഇല്ല. ഓക്കെ ഫുൾ ക്ലീനായി. അയ്യോ ഓക്കെ ഫുൾ സെറ്റ്. ഇനി 2 ഫോട്ടോ എടുക്കുന്നു. എവിടെ? ഏതാ ശരിയായ ലുക്ക്? ഒറ്റ ഫോട്ടോ മതി. നമ്മൾ എത്രയായിരുന്നു ഈ വണ്ടി എടുത്തത്? 6000-ന്. ബൈ പ്രൈസ് 9000. ഓക്കെ അപ്പോൾ ഈ വണ്ടിക്ക് ഒരു 50,000 ഇട്ടിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാം. പൊട്ടിട്ട് ഓൺ സെയിൽ. അയ്യോ BMW 50,000 ഫോട്ടോ. ഓക്കെ സെറ്റ്. ഡീറ്റ കാണിച്ചോ? പോയാ അതെൻ്റെ കൈയാണ് കടന്ന്. കൊള്ളല്ലേ കൈ? കൊള്ളാം കേട്ടോ. മേഴ്സിൻ്റെ ഇപ്പം തന്നെ കയ്യും പോകുന്നുണ്ട്. യു ഹാവ് 1 സ്കിൽ പോയിന്റ്. ഇനി എന്തിനു കൂട്ടും? എടുക്കാം. യുവർ ഈക്വൽ നൗ ടേക്ക് ലെസ് ഡാമേജ്. അത് കൊള്ളാം. ആരുല്ലേ കാർ വാങ്ങിക്കാൻ? BMW ആളില്ല എന്നാ. മോശം. ആരുടെ വണ്ടി? എന്നിട്ട് മാറി കളിക്കുന്ന പെൻസ്. നമ്മളവിടെ പോകുമ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടാവണേ. അയ്യോ വണ്ടിയൊക്കെ പതുക്കൊന്നല്ല വരുന്നത്. ആരുമില്ലട അവിടെ. കടയിലാരില്ല. പക്ഷെ വണ്ടി കൊള്ളാം. തുറക്കട്ടെ. നമ്മളെ കടയിൽ മാത്രം പാട്ടില്ലല്ലോ. അയ്യോ കട അടച്ചിട്ടൊക്കെയിരുന്ന. ഏടാ മണ്ണാൻ തന്നെ. കട അടച്ചിട്ട് ആരും വരുന്നില്ല. കണ്ട് നിൽക്കും. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ. ഞാനുണ്ടാ നല്ല പുത്തൻ വണ്ടിയാണ്. ഒരു താരി പണിയില്ല വണ്ടിക്ക്. 13,000 സോറി 20K. ഇപ്പം നമ്മളെ കൂട്ടുവാണെങ്കിൽ ഞാൻ 15 കൊടുക്കും. കൂട്ടുന്നില്ല. 17. ഐ നീഡ് ടു തിങ്ക്. തിങ്കിക്കോ. വേറെ ആരും ഉണ്ടോ വണ്ടിക്ക്? വേറെ ആരും ഇല്ല അല്ലേ? 4,000 എങ്കിൽ 4,000 ലാഭമാണ്. കൊടുത്തേക്കാം.
പെയിന്റ് അടിച്ചതൊക്കെ കഴിഞ്ഞിട്ടൊരു $3000 ലാഭമുണ്ട്. പെട്ടെന്ന് മാർക്കറ്റിൽ പോട്ടെ. മാർക്കറ്റിൽ പോയിട്ട് 2 കാർ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ നിർത്താം. കാർ മാർക്കറ്റ് $22,000 കൊണ്ടാ ഫസ്റ്റ് സീസൺ ഞാൻ അവിടെ കുറച്ചും കൊണ്ടാകുന്നത്. ഈ വണ്ടിയൊക്കെ ഇപ്പോൾ ഡാമേജ്ഡ് എല്ലാം ഉണ്ട് കേട്ടോ. 22,000 വേണ്ട. ചെറിയ വണ്ടികൾ കൊടുത്ത് നിറക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അവിടെ 14,000 വേണ്ട. 10ൻ്റെ അടിയുള്ള വണ്ടിയാണ് ഞാൻ നോക്കുന്നുള്ളൂ. അയ്യോടാ മോനെ 2,000 തരും എനിക്ക് വണ്ടി. 2,000 2,100 2,150. ആ തന്ന് ഈ അവിടെ പോട്ടെ, എന്നിട്ട് പോവാം. 2,000 ഇങ്ങനത്തെ കുറേ കാർ വാങ്ങിക്കണം, എന്നിട്ട് ഞാൻ മറിച്ച് വെക്കും. ബാർഗെയിൻ 9,000 തരാൻ പറ്റില്ലേ? യെസ് ഓർണോ? എന്നാൽ 10 അല്ല വേണ്ട, ഞാൻ പിന്നീട് വരാം, തിരിച്ചു വരാം. ഡാമേജഡ് കാർസാണ് കേട്ടോ മാർക്കറ്റിൽ കൂടുതൽ. 5,000 തരികയാണെങ്കിൽ ഞാൻ ഇപ്പം കൊടുക്കും, ഇപ്പം എടുക്കും വണ്ടി. ഓക്കേണോ? 6,000 തിങ്കിക്കോ. 6,300 ഇനിയില്ല. ഇല്ല എടോ ഹെർബി കുറവാണോ? 24,000 വേണ്ട. ഓ വേറെ ഹെർബി. ഓ വേണ്ട. ഓ അത് പിന്നെ നോക്കേ വേണ്ട, കിട്ടൂല. 1,80,000 എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്. അവിടെ മസ്താങ് 32,000 മസ്താങ്ങാ. ഇവിടെ മസ്താങ്ങിനെ അപമാനിക്കുന്ന എത്രയെന്ന് പറഞ്ഞ നേരത്തെ? 22 അല്ലേ? 8,000 എത്രയായിരുന്നു? 20. 15 തരാണെങ്കിൽ സാധനം റെഡി. എന്നാൽ അങ്ങോട്ടില്ല 18 വേണ്ട. മസ്താങ്ങിൻ്റെ എത്ര പറഞ്ഞേ? സോറി ക്യാഷില്ല. ഇത് നോക്കാം വേണമെങ്കിൽ. 12. 11,000 സെറ്റ് റെഡി. ബൈ. ഒന്നും വീഴുന്നില്ല. റിപ്പയർ ചെയ്യാൻ വിട്ട് 8,000 കേട്ടോ. ആ സെറ്റല്ല. ബൈ. ഓ ഇത് ഞാൻ ഓടിച്ചിട്ട് തന്നെ പോണം കേട്ടോ. അറിയിക്കടാ. അല്ല എൻ്റെ ഓഫീസോടാ. അവന് ഓഫീസിലേക്ക് എങ്ങനെ പോവും? ആ കാർ ഓപ്ഷൻ എവിടെ? ഇതൊക്കെ അടുത്തടുത്താണല്ലോ ഇപ്പോ. ഫസ്റ്റ് ദിവസം പോയിരുന്നതാണല്ലേ ഈ വഴി? ഐ തിങ്ക് സോ. $1,354 ഉണ്ട് എൻ്റെ കയ്യിൽ. റിപ്പയറിങ് ഉണ്ടോ വണ്ടിക്ക്? നോക്കട്ടെ. ഓ ഡാമേജഡാണ്. എത്ര ഡോളർ വരും? 407. അടുത്ത 35%. ചെയ്തോ. മറ്റേ വണ്ടി കൂടെ നോക്കിയിട്ടരാം. ഇതും ഡാമേജഡാണല്ലോ. റിപ്പയറും കൂടി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലെ കാശ് മൊത്തം തരും കേട്ടാ. പക്ഷെ കൊള്ളാം, സ്പോയിലറൊക്കെ ഇട്ടുണ്ട്. അവിടെ ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡുണ്ട്. റിവേഴ്സ് ആയിട്ട് കൊടുക്കത്തെ പോക്ക്.
വേണ്ട, പെയിന്റ് ഒന്നും അടിക്കുന്നില്ല. പെയിന്റ് അടിച്ചിട്ട് കാശിലുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടിയും ഒരു 2-3 കസ്റ്റമേഴ്സ് വന്നതിന് ശേഷമാണ് വെക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാശ് കിട്ടുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഞാൻ റിപ്പയർ ചെയ്തിട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്കപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി കാശ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. കുറച്ച് കൂടുതൽ കാശും ഇത് കട അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. കുറച്ചുകൂടി വലുതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.